ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കം നമ്മുടെ ഇന്ത്യയിലാണ്. ഏകദേശം 13,000 അടി ഉയരത്തിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ കിഴക്കൻ മേഖലയിലെ അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലാണ് ഈ സേല ടണൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തന്ത്രപ്രധാനമായ തുരങ്കമാണ്. അതായത് തവാങ്ങിലേക്ക് ഏത് കാലാവസ്ഥയിലും സൈനികരെ കൊണ്ടുപോകാൻ ഇനി സാധിക്കും. അതായത് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും ഇനി അവിടെ അതിവേഗത്തിലുള്ള സൈനിക നീക്കം ഉണ്ടാകുമെന്ന് സാരം. ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള സമീപകാല ഏറ്റുമുട്ടലുകളുടെ സ്ഥലമായ തവാങ്ങിലേക്കുള്ള റൂട്ട് ഏകദേശം 14,000 അടി ഉയരത്തിൽ അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സേല എന്ന പർവ്വത പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രദേശത്ത് കഠിനമായ കാലാവസ്ഥയാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ -20°C താഴുന്നു. ഇത് കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ സേല ടണലിന്റെ നിർമ്മാണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ സേല ടണലിന്റെ നിർമ്മാണം വർഷം മുഴുവനും ഒരു തടസ്സവുമില്ലാതെ ഇന്ത്യൻ സൈനികർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ചൈന അതിർത്തിയോട് വളരെ അടുത്താണ് ഈ സേല ടണൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ഇത് ചൈനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന് സാരം. 2019 ഈ സേല ടണൽ പദ്ധതിക്ക് തറക്കല്ലിട്ടത്. അരുണാചൽ പ്രദേശിലെ സേല ചുരത്തിലൂടെ തവാങ്ങിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി സാധ്യമാക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് സേല ടണൽ. 825 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ തുരങ്കം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ളതാണ്. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ തുരങ്കത്തിന് തറക്കല്ലിട്ടത്. ഇവിടുത്തെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിദിനം 3000 കാറുകളുടെയും 2000 ട്രക്കുകളുടെയും ഗതാഗത സാന്ദ്രതയ്ക്ക് വേണ്ടിയാണ് ഈ ടണൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരമാവധി ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ആണ്. 13,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ 825 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ 2 തുരങ്കങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആദ്യത്തെ ടണലിന് 1003 മീറ്റർ നീളവും രണ്ടാമത്തെ ടണലിന് 1595 മീറ്റർ നീളവുമുള്ള ഒരു ഇരട്ട തുരങ്കമാണിത്. ഈ തുരങ്കം രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക മാത്രമല്ല, മേഖലയിലെ സാമൂഹിക സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. 8.6 കിലോമീറ്റർ അപ്രോച്ച് ലിങ്ക് റോഡുകൾക്കൊപ്പം ഈ പദ്ധതിയിൽ T1 T2 ട്യൂബുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ ഗുഹയിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങളുമുണ്ട്. തുരങ്കങ്ങളിൽ വെന്റിലേഷൻ സംവിധാനങ്ങൾ, ശക്തമായ ലൈറ്റിംഗ്, അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. 3000 കാറുകൾക്കും 2000 ട്രക്കുകൾക്കും ദിവസേന കടന്നു പോകാനുള്ള ശേഷിയും ഇതിനുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈനിക വാഹനങ്ങളെയും ഉൾക്കൊള്ളാൻ തുരങ്കത്തിന്റെ ക്ലിയറൻസ് ഉയർന്നതാണ്. എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സേല ടണൽ അരുണാചൽ പ്രദേശിലെ ബലിപ്പാറ, ചാരിദുവാർ, തവാങ് റോഡിലെ സേല ചുരം വഴി തവാങ്ങിലേക്ക് എല്ലാ കാലാവസ്ഥയിലും സൈനികർക്ക് എത്തിച്ചേരാൻ സാധിക്കും. പുതിയ ഓസ്ട്രേലിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച സുരക്ഷാ ഫീച്ചറുകളാണ് ഈ ടണലിലുള്ളത്. ഏത് അടിയന്തര സാഹചര്യങ്ങളിലും സൈനികർക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന പീരങ്കി തോക്കുകൾ ഉൾപ്പെടെയുള്ള സൈനികരുടെ ദ്രുതഗതിയിലുള്ള വിന്യാസത്തിന് ഈ ടണൽ ഉറപ്പുവരുത്തുന്നു. ഈ തുരങ്കം അരുണാചലിലെ വെസ്റ്റ് കമെങ് ജില്ലയിലെ തവാങ്ങിനും ദീരാങ്ങിനും ഇടയിലുള്ള ദൂരം 12 കിലോമീറ്ററായി കുറയ്ക്കും. ഇത് ഓരോ ദിശയിലുമുള്ള യാത്രക്കാർക്ക് ഏകദേശം 90 മിനിറ്റ് സമയം ലാഭിക്കാൻ സാധിക്കും. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച കാരണം BCT റോഡ് പലപ്പോഴും സേല ചുരത്തിൽ തടസ്സങ്ങൾ നേരിടുന്നു. ഇത് സൈനിക സിവിലിയൻ ഗതാഗതത്തിന് കാര്യമായ ഗതാഗത തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു. LACയിൽ നിന്നുള്ള ചൈനീസ് സൈനികർക്ക് ഈ സേല പാസ് കാണാൻ സാധിക്കും. ഈ ചുരത്തിനടിയിലൂടെ കടന്നുപോകുന്ന ഈ തുരങ്കം ഇതിനൊരു പോംവഴിയാണ്. ചൈനയുമായുള്ള അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമായി വിടവ് കുറയ്ക്കുന്നതിനുള്ള സുപ്രധാനമായ ശ്രമത്തിന്റെ ഭാഗമായി നിരവധി തുരങ്കങ്ങളും പാലങ്ങളും റോഡുകളും നിലവിൽ മുന്നോട്ടുള്ള പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ലഡാക്കിനും ഹിമാചൽ പ്രദേശിനും ഇടയിലുള്ള അതിർത്തിയിൽ 1681 കോടി രൂപ ചിലവിൽ തന്ത്രപ്രധാനമായ 4.1 കിലോമീറ്റർ തുരങ്കം നിർമ്മിക്കാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.